hello, welcome back to my YouTube channel. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഭോഗനന്ദീശ്വര ടെമ്പിളിലാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 72 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 1000 വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ. ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ. ശിവന്റെ ഒരു പീസ് സമാധാനപരമായിട്ടുള്ള ഒരു ഭാവമാണ് ഇവിടെ പ്രതിഷ്ഠ. മരം കൊണ്ടുണ്ടാക്കിയ ഒരു രഥം കാണാം. ഇവിടുത്തെ ആർക്കിടെക്ചർ ദ്രാവിഡ ആർക്കിടെക്ചർ ആണ്. അരയാൽ മരമാണ് കേട്ടോ. 4 അരയാൽ മരം ഒരുമിച്ചിട്ട് ഉള്ള ഒരു സ്ഥലം. വളരെ എന്താ പറയുക, ശാന്തി. ടെമ്പിളിന്റെ ആർക്കിടെക്ചർ ആണ് കേട്ടോ. സോ ഇത് അമ്പലത്തിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇത് പ്ലാന്, കംപ്ലീറ്റ് പ്ലാൻ. പിന്നെ ഇവിടെ ചരിത്രം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. അതിന് ശേഷം വിജയനഗര സാമ്രാജ്യവും ചോള സാമ്രാജ്യമൊക്കെ കൈമാറി വരികയും അവരിതിൽ ഓരോ ഡെവലപ്മെന്റ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ ടെമ്പിള് രത്നാവതി തമ്പുരാട്ടി ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. അതിന് മേൽനോട്ടത്തിലാണ് ഉണ്ടാക്കപ്പെട്ടത്. അതിനുശേഷം ചോള രാജാക്കന്മാരും ഒക്കെ ഇത് കൈമാറി ഈ അമ്പലം കൊണ്ടു നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു വലിയ ഏരിയ കേട്ടോ. മൊത്തത്തില് വൈറ്റ്. പിന്നെ ഇവിടെ ഇങ്ങനെ വേറൊരു ഏരിയ ഉണ്ട്. അത് എന്നാ നമുക്ക് നോക്കാം. പില്ലേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ഡിസൈനാണ്. പണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തോന്നുന്നു. എനിക്കറിയില്ല. പില്ലേഴ്സൊക്കെ നോക്കും. വളരെ എന്താ പറയുക, ഭയങ്കര പൊളിഞ്ഞെടുക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. എൻട്രൻസ് തന്നെ എന്തോ വലിയ എൻട്രി നോക്കി വാതിൽ. ഇതിന്റെ സൈസ് നോക്ക്. ഇത് കല്ലില് പണിത് നോക്ക്. കല്ലില് പണിതാട്ടോ. നല്ല തണുപ്പുണ്ട്. എല്ലാം കല്ലിലായതുകൊണ്ട് ചവിട്ടുന്ന സ്ഥലവും നല്ല തണുപ്പുണ്ട്. ഇവിടെ കൊറേ പില്ലേഴ്സ് ആണ് കേട്ടോ. പില്ലേഴ്സ്. പിന്നെ ഇതൊരു വലിയ അമ്പലമാണ് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ചുറ്റി നോക്കാം.
ഇത് ഇവിടെ അമ്പലത്തില് തേങ്ങയൊക്കെ നേർച്ച പൊട്ടിക്കുന്ന സ്ഥലം തോന്നുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നന്ദി ഹിൽസ് കേട്ടോ. നന്ദി ഹിൽസ് അതിന്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര കൊത്തുപണികളോട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ അമ്പലം. ഈ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടൈപ്പ് അമ്പലം, തഞ്ചാവൂരിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അമ്പലമാണ്. ഇവിടുത്തെ കിണർ നോക്കാം നമുക്ക്. ഉള്ള കിണറാണ്, പക്ഷേ വെള്ളം അത്ര വൃത്തിയില്ല കാണുമ്പോ. Again next morning. ഗൈസ്, ഞാനിപ്പോ വ്ലോഗ് എൻഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾ നന്ദി ഹിൽസ് ആരെങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും കൂടി വിസിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ എന്താണ്, നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ.